ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഐഡന്റിഫിക്കേഷൻ ഓഫ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. എങ്ങനെയാണ് നമ്മുടെ കയ്യിലോട്ട് ഒരു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് കിട്ടിയെന്നാൽ അത് നമ്മൾ കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ ഒരു ലെൻസ് അതിൻ്റെ മറുവശം ഫോക്കസ് കൺവേർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്തരം ലെൻസുകളെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ ഡൈവേർ ചെയ്യിപ്പിക്കുകയാണ് അതിനെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരം ലെൻസുകളാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇനി ആ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഒരു ലെൻസ് നമ്മുടെ കിട്ടിയത് കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാം. ഹെഡിങ് അടുത്ത സബ് ഹെഡിങ് കൊടുത്തോളൂ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് തിരിച്ചറിയുന്ന വിധങ്ങൾ. അപ്പോൾ അതിന് നമുക്കൊരു 5 മാർഗങ്ങളുണ്ട് കോൺവെക്സ് ലെൻസ് തിരിച്ചറിയാനായിട്ട്. അതിന് ഒന്നാമത്തെയാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് റിയൽ ആയിരിക്കും. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് റിയൽ ആയിരിക്കും. 2, കോൺവെക്സ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞതുമായിരിക്കും. കോൺവെക്സ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞതുമായിരിക്കും. 3, കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ആ വസ്തു വലുതായി കാണപ്പെടുന്നു. കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ആ വസ്തു വലുതായി കാണപ്പെടുന്നു. 4, കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ലെൻസ് ചലിക്കുന്ന ദിശയുടെ എതിർ ദിശയിലേക്ക് വസ്തു ചലിക്കുന്നു. 5, കോൺവെക്സ് ലെൻസിനെ പ്ലസ് എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിനെ പോസിറ്റീവ് ലെൻസ് എന്നും പ്ലസ് ലെൻസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ നോട്ട്സോടെ എടുത്തതിന് ശേഷം നമുക്ക് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് തിരിച്ചറിയുന്ന വിധങ്ങൾ. 1, കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് അൺറിയൽ ആയിരിക്കും. 2, കോൺകേവ് ലെൻസിന്റെ മധ്യഭാഗം കനം കുറഞ്ഞതും വശങ്ങൾ കനം കൂടിയതുമായിരിക്കും. 3, കോൺകേവ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ആ വസ്തു ചെറുതായി കാണപ്പെടുന്നു. 4, കോൺകേവ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ലെൻസ് ചലിക്കുന്ന അതേ ദിശയിലേക്ക് തന്നെ വസ്തുവും ചലിക്കുന്നു. 5, കോൺകേവ് ലെൻസിനെ മൈനസ് എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിനെ മൈനസ് ലെൻസ് എന്നും നെഗറ്റീവ് ലെൻസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ഇത് കോൺവെക്സ് ലെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അതിൻ്റെ പിക്ചേഴ്സ് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺവെക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കോൺവെക്സ് ലെൻസ് കണ്ടായിരുന്നു, അതുപോലെ തന്നെ കോൺകേവ് ലെൻസും. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പോൾ ഇതുകൊണ്ട് അതിൻ്റെ നമ്മൾ 1-2 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ കോൺവെക്സ് ലെൻസിനകത്ത് ഇതാണ് ഈ കാണുന്ന നമ്മൾ സെൻട്രൽ ലൈൻ മാത്രം നേരെയാണ് വിടുന്നത്, നേരെ ഈ സ്ട്രൈറ്റ് ലൈൻ നേരെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നേരെ ആക്സിസ് പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പോകുക. അതിന് നേരെ അപ്പുറം വശങ്ങളിൽ നിന്നാണ് വരുന്നത് അത് കൺവേർ ചെയ്യുന്നതും ഡൈവേർ ചെയ്യുന്നതും. കോൺകേവിൻ്റെ എടുത്താലും സെൻട്രൽ ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ എഴുതി മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞതുമാണ്. അതുപോലെ തന്നെ കോൺകേവ് ലെൻസിന്റെ മധ്യഭാഗം കനം കുറഞ്ഞതും വശങ്ങൾ കനം കൂടിയതുമാണ്. പിന്നെ നമ്മൾ പഠിച്ചു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് റിയലാണ് നമ്മൾ ആദ്യം എഴുതിയത്. അപ്പോൾ ഫോക്കസ് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഫിസിക്സ് റിലേറ്റഡ് ആണ്. ഇവിടെ നിന്ന് വരുന്ന ഫോക്കസ് ഇവിടെ പോയിന്റ് ചെയ്യുമ്പോൾ അത് റിയൽ ഇമേജ് ആയിട്ട് കാണും. അതുകൊണ്ടാണ് ഫോക്കസ് റിയൽ ആണെന്ന് പറയുന്നതും. പക്ഷേ ഇതിന്റെ വരുമ്പോൾ അത് കോൺകേവ് വരുമ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് അൺറിയൽ ആയിരിക്കും, അത് റിയൽ ഇമേജ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അത് റിയൽ ആണെന്നും അൺറിയൽ ആണെന്നും പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലെൻസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടായിരുന്നു. കോൺവെക്സ് ലെൻസിന്റെ ആദ്യം നമ്മൾ എന്താണ് എഴുതിയത്, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് റിയൽ ആണ് നമ്മൾ എഴുതി, അല്ലേ? അത് ഞാൻ പറഞ്ഞു ഫിസിക്സ് റിലേറ്റഡ് ആണ്, അതുകൊണ്ടാണ് എഴുതി വെച്ചാണ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് റിയൽ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് റിയൽ ആയിരിക്കും. അടുത്തത് നമ്മൾ പഠിച്ചു കോൺവെക്സ് ലെൻസിന്റെ മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞതുമാണ് പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ലെൻസിലോട്ട് നോക്കി ഇത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ സെൻറ്റർ വരുമ്പോൾ കനം കൂടിയിരിക്കും. ഇവിടെ സൈഡിലോട്ട് വരുമ്പോൾ കനം കുറഞ്ഞതാണ്. മധ്യഭാഗം കനം കൂടിയും വശങ്ങൾ കനം കുറഞ്ഞുമായിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പഠിച്ചു കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ആ വസ്തു വലുതായി കാണപ്പെടുന്നു. ഇപ്പം നമ്മൾ അതുപോലെ ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് വേർത്ത് കാണും. നിങ്ങൾക്ക് എൻ്റെ കണ്ണിലോട്ട് നോക്കി അറിയാൻ പറ്റും എൻ്റെ കണ്ണ് വലുതായിട്ടായിരിക്കും കാണുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് ഓരോ കോൺവെക്സ് ലെൻസ്. നമ്മളൊരു ലെൻസ് എടുത്തിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനോട് പ്രതിച്ചാൽ അത് വലുതായി കാണപ്പെടും, മാഗ്നിഫൈഡ് ആയിട്ട് കാണും, വലുതായി കാണപ്പെടുന്നു. അതായത് മാഗ്നിഫൈഡ് ലെൻസ് എന്നൊക്കെ ഇന്ന് പറയും. ഇതാണ് കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ആ വസ്തു വലുതായി കാണപ്പെടുന്നു. നമുക്കിങ്ങനെ കയ്യിലൂടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വലുതായിട്ട് കാണപ്പെടും.
ഏത് ഒബ്ജക്റ്റിലോട്ട് നോക്കിയാലും ആ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഒബ്ജക്റ്റ് വലുതായിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ആ വസ്തു വലുതായി കാണപ്പെടും. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസ് ഐഡന്റിഫൈ എന്ത് ചെയ്യണേ? ഒരു ലെൻസ് എടുത്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് കോൺവെക്സിൽ വലുതായിട്ട് കാണുകയാണെങ്കിൽ എന്താണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ മധ്യഭാഗം കനം കൂടിയതും വശങ്ങൾ കനം കുറഞ്ഞുമായിട്ട് തോന്നിയാലും അത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസ് ചലിപ്പിക്കുമ്പോൾ ലെൻസ് ചലിക്കുന്ന എതിർ ദിശയിലേക്ക് വസ്തു ചലിക്കുന്നു അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിലോട്ട് നമുക്ക് നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താണ്? ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണും, ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യും. അതുപോലെ മേലോട്ട് മാറ്റി താഴോട്ട് പോകും, താഴോട്ട് നോക്കിയാൽ മേലോട്ട് പോകും. എഗനസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. അതാണ് കോൺവെക്സ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസ് ചലിപ്പിക്കുമ്പോൾ ആ വസ്തു എതിർവശയിലോട്ട് പോകുന്നത്. അപ്പം നമുക്കൊരു ലെൻസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാലും ഐഡന്റിഫൈ ചെയ്യാം കോൺവെക്സ് ലെൻസ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ മൂവ്മെന്റ് നോക്കിയാൽ ഇങ്ങനെ നോക്കിയാലോ എഗനസ്റ്റ് മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് കോൺവെക്സ് ലെൻസ് ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. അടുത്ത് നമ്മൾ പഠിച്ചെന്താണ്? കോൺവെക്സ് ലെൻസിനെ പ്ലസ് എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നു. കോൺവെക്സ് ലെൻസിനെ പ്ലസ് എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കും. അപ്പം നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷനൊക്കെ വരും. ഇപ്പം നമുക്കൊരു ലെൻസ് എഴുതണമെങ്കിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് നിങ്ങളെ പഠിപ്പിച്ചാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്ലസ് എന്നൊരു സൈൻ കൊടുക്കും. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിന് അതൊരു പവർ ഉണ്ടാവും. ഇപ്പോൾ 0.25 തൊട്ട് അങ്ങനെ പവർ വരും. 0.25, 0.5, 0.75 അങ്ങനെ പവർ വരും. ആ പവർ നമ്മൾ കാണിക്കുന്നത് ഒരു പ്ലസ് സൈൻ കൊടുത്തിട്ട് പവർ എഴുതുവാണെങ്കിൽ എന്താണ്? അത് കോൺവെക്സ് ലെൻസിലെ പ്ലസ് പവർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് CR മെറ്റീരിയലാണ് ഈ പറഞ്ഞത്. പിന്നെ ഇതുണ്ട്, ഇത് ഗ്ലാസ് ആണ്, ഗ്ലാസ് ലെൻസ് ആണ്. സൗണ്ട് കേട്ടോ, ഗ്ലാസ് ലെൻസ്. ഇതാണ് ഗ്ലാസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇത് CR39. പിന്നെ നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? പോളികാർബണേറ്റ് പഠിച്ചു. പോളികാർബണേറ്റ് പഠിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇത് CR ലെൻസ് പോലെ തന്നെ ഇരിക്കും. പക്ഷേ നമുക്ക് കാണുമ്പോൾ അറിയാം എന്താണ് CR ലെൻസും പോളികാർബണേറ്റ് ലെൻസുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇതുകൊണ്ട് ഇത് നമുക്ക് അൺബ്രേക്കബിൾ ലെൻസാണ്. ഇങ്ങനെ പ്രസ് ചെയ്താൽ അതൊന്നും പൊട്ടത്തില്ല. അതാണ് അൺബ്രേക്കബിൾ എന്ന് പറഞ്ഞ ലെൻസ്, പോളികാർബണേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് അടുത്തത്? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് തിരിച്ചറിയുന്ന വിധങ്ങളാണ് നമ്മൾ എഴുതിയത്. അപ്പം ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഈ കോൺകേവ് ലെൻസ് നമ്മൾ ആദ്യം എന്താണ് എഴുതിയത്? കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് അൺറിയൽ ആയിരിക്കും. അപ്പോൾ അതായത് അതിൻ്റെ ഇമേജ് കാണുന്നത് പിന്നെ റിയൽ ആയിട്ടുള്ള ഇമേജ് അല്ല കാണുന്നത്, പ്രിസിസ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അത് നോട്ട്സ് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത് നമ്മൾ എഴുതി കോൺകേവ് ലെൻസിൻ്റെ മധ്യഭാഗം. നമ്മൾ പിക്ചർ കണ്ടാണ് കോൺകേവ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കുറഞ്ഞതും വശങ്ങൾ കനം കൂടിയതുമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ തിന്നായിട്ടിരിക്കുന്നത്. ഇവിടുന്ന് സൈഡിലോട്ട് വരുമ്പോൾ കനം കൂടി വരും. ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കനം കൂടിയായിട്ട് വരുന്നത് കാണപ്പെടും. അതാണ് കോൺകേവ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കുറഞ്ഞതും വശങ്ങൾ കനം കൂടിയതുമായിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ പഠിച്ചു കോൺകേവ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിക്കുമ്പോൾ ആ വസ്തു ചെറുതായി കാണപ്പെടും. നമ്മളിപ്പോൾ ഇങ്ങനെ ലെൻസ് എടുത്തിട്ട് ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കണ്ണിലോട്ട് നോക്കി അറിയാൻ പറ്റുമായിരിക്കും. ഇതുണ്ടോ, ഈ ഒബ്ജക്റ്റ് ചെറുതായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ ആ ഒബ്ജക്റ്റ് ഏത് ഒബ്ജക്റ്റിലോട്ട് നോക്കിയാലും അതായത് കോൺവെക്സ് ലെൻസ് വലുതായിട്ട് കാണപ്പെടുന്നത് ചെറുതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഏത് ഒബ്ജക്റ്റിലോട്ട് നോക്കിയാലും ആ ഒബ്ജക്റ്റ് ചെറുതായി കാണപ്പെടും. അതാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ നമുക്കൊരു എങ്ങനെയൊക്കെ മനസ്സിലായി? ആദ്യം കനം നോക്കാം, തിക്നെസ് നോക്കാം. കാരണം മധ്യഭാഗം കനം കുറഞ്ഞതാണെങ്കിൽ വശങ്ങളിലോട്ട് വരും, കനം കൂടിയതാണെങ്കിൽ എന്താണ്? അത് കോൺകേവ് ലെൻസ് ആണ്. അടുത്തത് നമ്മളെടുത്ത് ഒരു ഒബ്ജക്റ്റിലോട്ട് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ചെറുതായിട്ട് കാണപ്പെടുകയാണ്, എന്താണ്? അത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചു കോൺകേവ് ലെൻസിൽ കൂടി ഒരു വസ്തുവിനെ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസ് ചലിപ്പിക്കുമ്പോൾ ലെൻസ് ചലിക്കുന്ന അതേ ദിശയിലേക്ക് തന്നെ, അതായത് വിത്ത് മൂവ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതാണ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് എന്നിട്ട് നേരത്തെ പോലെയല്ല, നേരത്തെ എഗനസ്റ്റ് പോവുമായിരുന്നു. ഇതിപ്പോൾ അതേപോലെ തന്നെ ലെൻസ് എങ്ങോട്ടാണോ മാറ്റുന്നത് ആ ദിശയിലേക്ക് തന്നെ ഒബ്ജക്റ്റ് നീങ്ങുന്നതായിട്ട്, അതായത് വിത്ത് മൂവ്മെൻറ്റ്. അതാണ് അങ്ങനെയാണ് വിത്ത് മൂവ്മെൻറ്റ് കാണുന്നത്. അടുത്ത് നമ്മൾ എഴുതി കോൺകേവ് ലെൻസിനെ മൈനസ് എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ വരുമ്പോൾ കോൺകേവ് ലെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു മൈനസ് കാണും. അപ്പം ഏത് പ്രിസ്ക്രിപ്ഷൻ ആയാലും ഒന്നില്ലെങ്കിൽ പ്ലസ് കാണും, അല്ലെങ്കിൽ ഒരു മൈനസ് ആവും. അപ്പം അതുകൊണ്ട് എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത്? ഏത് ലെൻസ് എടുത്താലും ഒന്നില്ലെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. ഒഫ്താൽമിക് ലെൻസുകൾ 2 ലെൻസാണുള്ളത്, ഒന്ന് കോൺവെക്സ് ലെൻസും ഒന്ന് കോൺകേവ് ലെൻസും. ഏത് ലെൻസ് എടുത്താലും ഒന്നില്ലെങ്കിൽ കോൺവെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺകേവ് ആയിരിക്കും. ഇനി ഇതില്ലാത്തതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ലെൻസ്, കോൺവെക്സും അല്ല കോൺകേവും അല്ലാത്ത
ന്യൂട്രൽ ആയിട്ടുള്ള ലെൻസുകളായിരിക്കും, പ്ലെയിൻ ആയിട്ടുള്ള ലെൻസുകളാണ് പിന്നെ ഉള്ളത്. അതായത് നമ്മൾ വെറുതെ പ്ലെയിൻ ഗ്ലാസ് ഒക്കെ വെക്കുന്ന രീതിയിലുള്ള ഗ്ലാസ്സുകളൊക്കെ വെക്കുന്നതാണ് ഒരു പവറും ഇല്ലാത്ത, പവർ ഉണ്ടെങ്കിൽ ഒന്നിൽ അത് പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹൈപ്പർ മെട്രോപ്പിയയ്ക്കും ഒന്ന് മയോപ്പിയയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.